അസ്സലാമു അലൈക്കും. അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയാണ് ഈ വീഡിയോ. തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. മറ്റു വിഷയങ്ങളുടെ വീഡിയോയും ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാനാണ്. വലതുഭാഗത്ത് 6 എണ്ണമുണ്ട്. അതിലേക്ക് യോജിച്ചത് ഇടതുഭാഗത്ത് നിന്ന് കണ്ടെത്തി നടുവിലേക്ക് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് തറാവീഹ്. ഇതിനോട് യോജിച്ചത് ഖിയാമു റമളാൻ. രണ്ടാമത്തത് അവസാന അത്തഹിയാത്തിലെ ഇരുത്തം. അതിനോട് യോജിച്ചത് തവറുക്ക് എന്നതാണ്. തവറുക്ക് എന്നാണ് അവസാന അത്തഹിയാത്തിലെ ഇരുത്തത്തിന് പറയുന്നത്. മൂന്നാമത്തത് ചലനങ്ങൾ അടങ്ങൽ. ഇതിനെന്ത് പറയും? അത്തുമനീന. അത്തുമനീനത്താണ് ചലനങ്ങൾ അടങ്ങുന്നതിന് പറയുന്നത്. നാലാമത്തത് ആദ്യത്തെ തശഹുദ് ഓതൽ. അതിനോട് യോജിച്ചത് അബ്ആദ് സുന്നത്ത്. അബ്ആദ് സുന്നത്താണ് ആദ്യത്തെ തശഹുദ് ഓതൽ. 5 ലഹരി ദ്രാവകങ്ങൾ. ലഹരി ദ്രാവകങ്ങൾ മുതവസ്സിത്തായ നജസ്സുകളാണ്. 3 തരം നജസ്സുകളുണ്ട്. അതിൽ മുതവസ്സിത്തായ നജസ്സുകളാണ് ലഹരി ദ്രാവകങ്ങൾ. 6 മുർത്തദാവൽ കൊണ്ട് ബാത്തിലാകും. ഇതിനോട് യോജിച്ചത് തയമ്മുമാണ്. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മുർത്തദാവൽ. എല്ലാ വർഷവും ഈ പ്രവർത്തനം പരീക്ഷ പേപ്പറിൽ വരുന്നതാണ്. ഈ പ്രവർത്തനം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാനാണ്. ഇവിടെ 5 സെൻറ്റൻസിൻ്റെ പകുതി കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് ഡാഷ്. അവിടെ വിട്ടുപോയത് അൽ അഹ്കാമു ഷർഇയ്യ എന്നതാണ്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ഷർഇയ്യ എന്ന് പറയുന്നത്. ഇത് 1ാം പാഠത്തിലെ 1ാമത്തെ വരിയാണ്. 2 സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്താണ്. അവിടെ വിട്ടുപോയത് അസ്സലാത്തു ജാമിയ എന്നതാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്സലാത്തു ജാമിയ എന്ന് വിളിക്കൽ സുന്നത്താണ്. ഇത് 9ാം പാഠത്തിലെ ഒരു വരിയാണ്. മൂന്നാമത്തത് ഇല്ലല്ലാഹ് എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം ചൂണ്ടുവിരൽ ഉയർത്തുക എന്നതാണ്. പൂർണ്ണമായി വായിക്കുമ്പോൾ ഇല്ലല്ലാഹ് എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. ഇത് 15ാം പാഠത്തിൽ നിസ്കാരത്തിൻ്റെ 12ാമത്തെ ഫർളിൻ്റെ ഭാഗത്ത് പറയുന്ന ഒരു വരിയാണ് ഇത്. നാലാമത്തത് അഖാമഹ അല്ലാഹു വ അദാമഹ ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ അഖാമഹ അല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. ഇത് 9ാം പാഠത്തിലെ ഒരു വരിയാണ്. ഇഖാമത്തിൻ്റെ 2 കലിമത്തുകളിൽ ചെല്ലുന്ന ദിക്റാണ് ഇത്. അവസാനത്തേത് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ ഡാഷ്. അവിടെ വിട്ടുപോയത് കറാഹത്താണ് എന്നതാണ്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഇത് 6ാമത്തെ പാഠമായ വുളൂഇൻ്റെ പാഠത്തിൽ പറയുന്ന ഒരു വരിയാണ് ഇത്. ഈ പ്രവർത്തനത്തിൽ മുഴുവൻ മാർക്കും നേടണമെങ്കിൽ പാഠം നന്നായി വായിച്ചിരിക്കണം. പാഠത്തിലെ ഓരോ വരികളാണ് ഇങ്ങനെ പൂർത്തിയാക്കാൻ വേണ്ടി തരിക. അപ്പോൾ പാഠം നന്നായി വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാനാണ്. ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അത്വാഹിർ. ത്വാഹിർ എന്നത് വ്യക്തമാക്കണം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് ത്വാഹിർ. രണ്ടാമത്തത് റുകൂഅ് എന്നാൽ എന്ത് എന്നത് വ്യക്തമാക്കാനാണ്.
2 ഉള്ളൻകൈ 2 മുട്ടിൻ കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കൂഅ്. മൂന്നാമത്തത് 2 തശഹുദുള്ള ഫർള് നിസ്കാരങ്ങൾ വ്യക്തമാക്കാനാണ്. ളുഹറും അസറും ഇശാഉമാണ് 2 തശഹുദുള്ള ഫർള് നിസ്കാരങ്ങൾ. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാൻ ആണ്. 1. ജമാഅത്ത് സുന്നത്തുള്ള വിത്ർ ഏതാണ്? ഇതിനുത്തരം എഴുതാനാണ്. റമളാനിലെ അവസാന പകുതിയിലെ വിത്ർ നിസ്കാരത്തിനാണ് ജമാഅത്ത് സുന്നത്തുള്ളത്. രണ്ടാമത്തത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിൽ വിട്ടുവീഴ്ചയുണ്ട് ആർക്ക്? ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്കാണ് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതലിന് വിട്ടുവീഴ്ചയുള്ളത്. അടുത്ത ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വെള്ളിയാഴ്ച മഗ്‌രിബിൽ ഓതേണ്ട സൂറത്തുകളല്ല, വെള്ളിയാഴ്ച രാവിൽ മഗ്‌രിബിൽ ഓതേണ്ട സൂറത്തുകളാണ്. അതിൽ ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ്. നാലാമത്തത് ഫർള് എത്ര വിധം ഏതെല്ലാം? അതിൻ്റെ ഉത്തരം 2 വിധമുണ്ട്, ഫർള് ഐനും ഫർള് കിഫായയും. അഞ്ചാമത്തെ ചോദ്യം മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ കിബിലക്ക് മുന്നിടണം എന്തുകൊണ്ട്? ഏതൊക്കെ അവയവം കൊണ്ടാണ് മലർന്നു കിടക്കുന്നവൻ കിബിലക്ക് മുന്നിടണം എന്നാണ് ചോദ്യം. ഉത്തരം മുഖം കൊണ്ടാണ് മലർന്നു കിടക്കുന്നവർ കിബിലയിലേക്ക് മുന്നിടേണ്ടത്. അഞ്ചാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാനാണ്. ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് 2 വീതം ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഒന്നാമത്തത് ബാങ്കിൻ്റെ സുന്നത്തുകളിൽ നിന്ന് 2 എഴുതാനാണ്. പാഠത്തിൽ 3-4 സുന്നത്തുകളുണ്ട്, അതിൽ നിന്ന് 2 എഴുതാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എഴുതാം. ശുദ്ധിയുണ്ടാവുക, നിൽക്കുക, കിബിലക്ക് മുന്നിടുക, ഹയ്യ അലസ് സ്വലാത്തിൽ വലതുഭാഗത്തേക്കും ഹയ്യ അൽ ഫലാഹിൽ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുക മുതലായവയാണ് ബാങ്കിൻ്റെ സുന്നത്തുകൾ. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. രണ്ടാമത്തത് വുളൂഇൻ്റെ സുന്നത്തുകളാണ്. പാഠത്തിൽ ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. മൂന്നാമത്തത് സുജൂദിൽ നിലത്ത് വയ്ക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം 2 കാൽമുട്ടുകൾ, 2 മുൻകൈകളുടെ പള്ള, നെറ്റി, 2 കാൽവിരലുകളുടെ പള്ള ഇവ നിലത്ത് വെക്കൽ വാജിബാണ്. 4. കൗലിയായ ഫർളുകളിൽ നിന്ന് 2 എഴുതാനാണ്. നിസ്കാരത്തിന് 5 കൗലിയായ ഫർളുകളുണ്ട്, അതിൽ നിന്ന് 2 എഴുതാനാണ്. തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സലാത്ത്, സലാം എന്നിവ നിസ്കാരത്തിൻ്റെ കൗലിയായ ഫർളുകളാണ്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ആറാമത്തെ പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ്. അർത്ഥം എഴുതാനാണ്. ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതുകയാണ് വേണ്ടത്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല യഖ്നുതു ഫിൽ ഫജ്രി ഹത്ത ഫാറഖ ദുനിയ. അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിനെ വിട്ടുപിരിയുന്നത് വരെ സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവരായിരുന്നു. ഇതോടുകൂടി 5ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള ഫിഖ്ഹ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ അവസാനിച്ചു. മറ്റു വിഷയങ്ങളുടെ വീഡിയോയും ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.